നമസ്കാരം. ഇന്ന് കാമാഖ്യയുടെ മന്ത്രത്തിന്റെ സീരീസിലെ അടുത്ത മന്ത്രം പറയുന്നു. അതിൽ ഈ മന്ത്രം താന്ത്രിക മന്ത്രമാണ്. കാമാഖ്യ തന്ത്രം എന്നൊരു ഗ്രന്ഥം ഏറെ പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ കൂടുതൽ കാമാഖ്യയുടെ ഉപാസനകളും അതിൻ്റെ തന്ത്രപ്രയോഗങ്ങളും ശിവനാൽ പറയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ താന്ത്രികൾ ഇന്ന് അഭ്യസിക്കുന്ന ഒരു വിദ്യയും കൂടെയാണ് കാമാഖ്യ തന്ത്രം. 108 ശക്തിപീഠങ്ങളിലൊന്നായ കാമാഖ്യയിൽ വന്നിരുന്നു വേണം ഈ തന്ത്രം പഠിക്കാൻ എന്നും ഒരു വചനമുണ്ട്. അതുമാത്രമല്ല, സതീദേവിയുടെ 108 ശരീരഭാവങ്ങളിൽ യോനിഭാഗം വന്നു വീണ മണ്ണുകൂടിയാണ് കാമാഖ്യ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദശമഹാവിദ്യകളുമായി പല ബന്ധങ്ങളും ഉള്ള ഒരു മൂർത്തി കൂടിയാണ്. ഇതിൽ തന്നെ മന്ത്രബീജാക്ഷരങ്ങൾ ദശമഹാവിദ്യയിലെ രണ്ടാമത്തെ താരയുടെ മന്ത്രങ്ങളും കാണാം. അതുപോലെ ബഹളാമുഖി, ത്രിപുരസുന്ദരി തുടങ്ങിയ ദേവതകളുടെ ഒരു ബന്ധം കൂടിയുള്ള മൂർത്തിയാണെന്നാണ് താന്ത്രികർ പറയുന്നത്. ഇന്ന് കാമാഖ്യയിൽ ഏറ്റവും കൂടുതൽ താന്ത്രികർ പോയി മന്ത്രസിദ്ധി നേടുവാനും മറ്റും കാമാഖ്യ ശക്തിപീഠത്തിൽ ഇരുന്ന് അവിടെ ഒരു ഗുരുക്കന്മാരുടെ കൂടെ തന്നെ ഇരുന്നാണ് ഈ താന്ത്രിക മന്ത്രങ്ങൾ അഭ്യസിക്കുന്നതും വളരെ വേഗം സിദ്ധി നേടുന്നതും. കാമാഖ്യ മലമുകളിലും പാറക്കെട്ടുകളിലും ശ്മശാനഭൂമിയിലും എവിടെയും ചെന്നാൽ താന്ത്രികരെയും കാണാം. ഇന്നും കേരളത്തിലെ പല ആളുകളും അവിടെ കാമാഖ്യയിൽ നേരിട്ട് പോയി അവിടെ ഇരുന്ന് വിദ്യകൾ പഠിച്ച് സ്വായത്തമാക്കുന്നത് ഏറെ പ്രചാരത്തിലുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്ന മന്ത്രം കാമാഖ്യ തന്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു വേദിക മന്ത്രമാണ്. ആദ്യം തന്നെ ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു. പരമേഷ്ടി ഋഷി ഗായത്രി ഛന്ദഃ ത്രിപുരാഖ്യാ ദേവത മമ സർവാഹുഷ്ട സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ. ഈ ധ്യാനം അതിസുലലിത വേഷം ഹാസ്യവക്ത്രം ത്രിനേത്രം പട്ടസ്ത്രാം പ്രകാശം അഭയവരകരാഠ്യാം സുഹൃദുരുതല പീഡേ രത്നസിംഹാസനസ്ഥം ജിതജലത സുഗാന്തീം രത്നഭൂഷിതഭാവ്യ ഹരിഹരവിധിവന്ദ്യം ശുദ്ധബുദ്ധിസ്വരൂപ മദനശരസം ആക്താം കാമിനിം കാപദാത്രി നിഖിലജനവിലാസാം കാമരൂപാം ഭവാനി കലികലുഷ നിഹന്ത്രീം യോനിരൂപം ഭജാമി. യോനിരൂപം ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. യോനിയുടെ ഷേപ്പിൽ ഉള്ള ഒരു ചുവന്ന യോനിയുടെ ഷേപ്പിൽ നമ്മൾ മനസ്സിൽ കണ്ടുവേണം ദേവിയെ വന്ദിക്കാൻ. ആദ്യം തന്നെ അടുത്തത് മന്ത്രം പറയുന്നു. സർവസിദ്ധിദായക കാമാഖ്യ മന്ത്രം എന്നാണ് പറയുന്നത്. മന്ത്രം ഓം ത്രീം 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 ഹും ഹും സ്ത്രീം സ്ത്രീം കാമാക്ഷ്യേ പ്രസീദ ത്രീം ശ്രീം ശ്രീം ഹും ഹും സ്ത്രീം സ്ത്രീം സ്വാഹ. ഇതിൽ തന്നെ ഈ ത്രിമ്മും സ്ത്രീമും ഒക്കെ താരയുടെ ബീജമന്ത്രങ്ങളുമായി ബന്ധമുള്ളതാണ്. മന്ത്രം കൊടുത്തിരിക്കുന്നു. ഉച്ചരിച്ചതുപോലെ തന്നെ ഉച്ചരിക്കുക. ഇത് ശക്തിപീഠത്തിലിരുന്നും വേണം ഉച്ചരിക്കാൻ എന്നാണ് മന്ത്രം സിദ്ധിയാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ മന്ത്രം പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇല്ലാതെ തന്നെ ഇതിന് കൂടുതൽ ഒരു ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ചെയ്യരുത്. നദീതീരങ്ങളിൽ കുങ്കുമം കലക്കി ഈ മന്ത്രം സിദ്ധി നേടാമെന്നും ഒരു ഭാഗമുണ്ട്. എങ്കിലും ശക്തിപീഠത്തിലിരുന്ന് വേണം നമ്മൾ ഈ മന്ത്രം ജപിച്ച് സിദ്ധമാക്കുവാൻ വേണ്ടി. ഇനിയും അടുത്ത വീഡിയോകൾ മുതൽ കാമാഖ്യയുടെ പ്രയോഗങ്ങളാണ്. ഷിക്കർമ്മങ്ങളിലെ വശ്യത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മൂർത്തിയാണ് കാമാഖ്യ. കാരണം യോനീരൂപത്തിൻ്റെയും സ്ത്രീരൂപത്തിൻ്റെയും ഒരു ചൈതന്യമുള്ളതുകൊണ്ട് സർവ്വാകർഷണവും സർവവശ്യോദായിനിയുമാണ് കാമാഖ്യ എന്നാണ് പൊതുവെ എല്ലാ മാന്ത്രികരും താന്ത്രികരും അഭിപ്രായപ്പെടുന്നത്. അടുത്ത വീഡിയോയിൽ കാമാഖ്യയുടെ വശ്യപ്രയോഗം പരിചയപ്പെടുത്തും.